അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 41-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ നഗരത്തിനെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു യെരൂശലേം നഗരത്തിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് കഴുതക്കുട്ടിമേൽ കയറി ഹോശന്ന ഘോഷയാത്രയായി യെരൂശലേം നഗരത്തിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നോക്കുമ്പോൾ ചുറ്റുപാടും കുട്ടികൾ നൃത്തം ചെയ്യുന്നു, ജനങ്ങൾ ആർപ്പിടുന്നു, ദാവീദ് ഹോശന്ന എന്ന് പാടുന്നു, ദൈവത്തിന് അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വമെന്ന് സ്തുതി കരയറ്റുന്നു, പൂക്കൾ വാരി വിതറുന്നു, വഴിയിൽ വസ്ത്രം വിരിക്കുന്നു, ആകെ ആർപ്പുവിളിയും ആഘോഷവും തന്നെ. പക്ഷേ കർത്താവ് നഗരത്തോട് സമീപിച്ചപ്പോൾ നഗരത്തെ നോക്കി കരയുകയാണ്. ഈ ആഘോഷ തിമിർപ്പുകളൊന്നും കർത്താവിന് സന്തോഷം നൽകുന്നില്ല. ജനങ്ങളുടെ ആർപ്പും ആരവാരവും കർത്താവിന് സംതൃപ്തി നൽകുന്നില്ല. ആഘോഷങ്ങളുണ്ട്, ആരവാരങ്ങളുണ്ട്, ആഡംബര സമന്വിതമായ ഘോഷയാത്രയുണ്ട്, പക്ഷേ കർത്താവിന് അതൊന്നും സന്തോഷം നൽകുന്നില്ല. കർത്താവ് നഗരത്തെ നോക്കി യെരൂശലേം നഗരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. യെരൂശലേം നഗരത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരെ നഗരത്തിലേക്ക് നോക്കിക്കൊണ്ട്, യെരൂശലേമിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ചില വാക്കുകൾ പറഞ്ഞു. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. അടുത്ത വാക്യം. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഈ നാളിൽ ഇന്ന് യെരൂശലേമേ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സമാധാനത്തിനുള്ള കാര്യങ്ങൾ എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ല. നിന്റെ ആന്തരിക കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. നിനക്ക് ആന്തരികമായ ഒരു കാഴ്ച ഇല്ലാതെ പോയിരിക്കുന്നു. നിനക്കൊന്നും മനസ്സിലാകുന്നില്ല. യെരൂശലേം നഗരമേ നീ മനസ്സിലാക്കുന്നില്ല. യെരൂശലേം നഗരത്തിലുള്ളതായ യഹൂദ ജാതിയെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. യെരൂശലേം നഗരത്തിലുള്ള മഹാപുരോഹിതന്മാരെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. യെരൂശലേം ദേവാലയത്തിലുള്ളതായ കാഴ്ചകളുണ്ട്, വഴിപാടുകളുണ്ട്, യാഗങ്ങളുണ്ട്. ഇതൊന്നും എല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഒന്നും മനസ്സിലാകുന്നില്ല. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു.
ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട്, നിന്റെ സന്ദർശനകാലം, ദൈവം നിന്നെ സന്ദർശിക്കുന്ന ഒരു കാലമാണിത് എന്ന് നീ അറിയാത്തത് കൊണ്ട്, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്ന ഒരു നല്ല കാലമാണ് എന്ന് നീ അറിയാത്തത് കൊണ്ട്, നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി, നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും കോട്ട കെട്ടി, നിന്നെ വളഞ്ഞ് നാലു പുറത്തും ഞെരുക്കി, നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിന്നെയും നിന്റെ മക്കൾ നിന്റെ തലമുറയെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. കർത്താവ് വരുംകാലം സംഭവിക്കാനുള്ളത് കർത്താവ് മുൻകൂട്ടി പറയുകയാണ്. എന്താണ് വരാൻ പോകുന്നത്? ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ കല്ലിന്മേൽ ശേഷിക്കാതിരിക്കുന്ന കാലം വരും. എല്ലാം തകർന്നു പോകും, എല്ലാം ഉടഞ്ഞു പോകും, എല്ലാം നശിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. എല്ലാം കത്തിപ്പോകും, മുഴുവനായി നശിക്കും. യെരൂശലേം നഗരം കൽക്കുന്നുകളായി മാറും, അതൊരു ചാമ്പൽ കൂമ്പാരമായി മാറും. ദൈവത്തിന് സ്തോത്രം. യെരൂശലേം നഗരം അത് വലിയൊരു വിഷമസന്ധി അഭിമുഖീകരിക്കാൻ പോവുകയാണ്, വലിയൊരു അത്യാഹിതത്തെ നേരിടാൻ പോവുകയാണ്. അല്ലയോ യെരൂശലേമേ, നിനക്ക് വരാൻ പോകുന്ന നാശം നീ അറിയുന്നില്ല, നിൻ്റെ കണ്ണിനത് മറഞ്ഞിരിക്കുന്നു. നിനക്ക് ഒരു സന്ദർശനകാലം കിട്ടിയിരിക്കുകയാണ്, അത് നിനക്ക് മനസ്സിലാകുന്നില്ല. യെരൂശലേമിനെ നോക്കി കർത്താവ് കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യെരൂശലേമിനെ നോക്കി കരഞ്ഞപ്പോൾ കർത്താവ് അതിൻ്റെ ഭൂതകാലം നോക്കുകയാണ്. ലുക്കിംഗ് ബാക്ക്വേഡ്, പഴയ കാലത്തേക്ക് കർത്താവ് നോക്കുകയാണ്. യെരൂശലേമിൻ്റെ പഴയ കാലത്തേക്ക് നോക്കുകയാണ്. ആ യെരൂശലേം നഗരം ദൈവത്തിൻ്റെ അനേകം അനുഗ്രഹങ്ങൾ നഷ്ടമാക്കി കളഞ്ഞു. പഴയ കാലത്ത് അനുഗ്രഹവുമായി ദൈവം വന്നതാണ്. ജനത്തെ അനുഗ്രഹിക്കാൻ കർത്താവ് ആഗ്രഹിച്ചതാണ്. ജനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി കർത്താവ് വന്നതാണ്. പക്ഷേ അനുഗ്രഹത്തിൻ്റെ കാലങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു, വേസ്റ്റാക്കി കളഞ്ഞു, നഷ്ടപ്പെടുത്തി കളഞ്ഞു, എല്ലാം ശൂന്യമാക്കി കളഞ്ഞു. നല്ല അവസരങ്ങൾ, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ്, സുവർണ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിമനോഹരമായ നല്ല സമയങ്ങൾ കിട്ടിയതാണ്. യെരൂശലേമിന് ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധിയായി ലഭിച്ച കാലങ്ങളാണ്. എല്ലാം ഉണ്ടായിരുന്നു. ന്യായപ്രമാണ കൽപ്പനകളുണ്ട്, തിരുവചനമുണ്ട്, ദേവാലയമുണ്ട്, മഹത്തായ യാഗങ്ങളുണ്ട്, വഴിപാടുകളുണ്ട്, അനുഗ്രഹീതരായ നല്ല പണ്ഡിതന്മാരായ ശാസ്ത്രിമാരുണ്ട്, നല്ല ദൈവജ്ഞരായ പുരോഹിതന്മാരുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്, നല്ല ആത്മീയ തീക്ഷ്ണതയുള്ള പരീശന്മാരുണ്ട്, ആത്മീയ എരിവുള്ള പരീശന്മാരുണ്ട്. ഒന്നിനും കുറവില്ല, എല്ലാം ഉണ്ട്. നോക്കിയാൽ എല്ലാം തികഞ്ഞൊരു നഗരം, എല്ലാ വിധത്തിലും അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുള്ളൊരു നഗരം. പക്ഷേ അതെല്ലാം സുവർണ അവസരങ്ങളായിരുന്നു. അതെല്ലാം പ്രയോജനപ്പെടുത്താമായിരുന്നു, എല്ലാം പ്രയോജനപ്പെടുത്താമായിരുന്നു. പക്ഷേ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവസരങ്ങൾ നഷ്ടപ്പെടുത്തി, നല്ല സാധ്യതകൾ നഷ്ടപ്പെടുത്തി. നാമും അങ്ങനെ തന്നെയല്ലേ? നമുക്ക് എത്ര നല്ല അവസരങ്ങൾ കിട്ടിയതാണ്. പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കണം. ആത്മാവ് ശക്തിയായി നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിച്ചത് നമുക്ക് അനുഭവമാണ്. ശക്തിയായി ദൈവത്തിൻ്റെ വചനം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നത് നമുക്കറിയാം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുതകരമായ കൃപ നമ്മുടെ മേൽ പകർന്നത് നമുക്കറിയാം. നമുക്ക് അസാധ്യമെന്ന് വിചാരിച്ചിരുന്നതായ പല പാവങ്ങൾ നമ്മിൽ നിന്ന് മാറിപ്പോയത് നമുക്കറിയാം. നമ്മുടെ ചില ദുസ്വഭാവങ്ങൾ നമ്മിൽ നിന്ന് എത്ര പെട്ടെന്നാണ് മാറിപ്പോയത്. കോപം വരുന്നില്ല, അശുദ്ധ ചിന്തകൾ വരുന്നില്ല, മാലിന്യങ്ങൾ വരുന്നില്ല, മ്ലേച്ഛതകൾ വരുന്നില്ല. ആകെ ഒരു സംതൃപ്തമായ, സമാധാനമായ, വിശുദ്ധമായ ഒരു അനുഭവം നമുക്ക് ലഭിച്ചതായിരുന്നു. പക്ഷേ ആ വിശിഷ്ട അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി. ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കൂ. നാം ഇന്നത്തെ സ്ഥിതിയിൽ നിന്നുകൊണ്ട് പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കണം. പഴയ കാലത്തേക്ക്, നമ്മുടെ ഓർമ്മ വെച്ച കാലമുള്ള ജീവിതത്തിലേക്ക് ഇങ്ങനെ ഏടുകൾ മറിച്ച് നോക്കണം. അപ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് എല്ലാം നല്ല അവസരങ്ങളായിരുന്നു. ഇന്നത്തേക്കാൾ എത്രയോ ഭേദപ്പെട്ട അവസരങ്ങളുണ്ടായിരുന്നു. ദൈവത്തിലേക്ക് തിരിയാനുള്ള നല്ല അവസരങ്ങൾ, അനുഗ്രഹീതമായ വചന ശുശ്രൂഷകൾ, ശ്രേഷ്ഠരായ പരിശുദ്ധ വ്യക്തികൾ, പരിശുദ്ധന്മാരായ ദൈവമക്കൾ, അനുഗ്രഹീതരായ നല്ല വചന ശുശ്രൂഷകൾ, അനുഗ്രഹീതരായ ദൈവമക്കളുടെ വായിൽ നിന്ന് വരുന്നതായ വചന ശുശ്രൂഷകൾ, ആധ്യാത്മികമായ നല്ല ദർശനങ്ങൾ, നല്ല ആത്മീയ കാഴ്ചപ്പാടുകൾ എല്ലാം ഉണ്ടായിരുന്നു. വേറെ യാതൊരു ലാക്കുമില്ലാതെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവമക്കൾ എല്ലാം ഉണ്ടായിരുന്നു. വേറൊരു ലക്ഷ്യമുണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കും കാണാം, ഇതെല്ലാം തിരിഞ്ഞു നോക്കാം. എത്ര നല്ല ചാൻസസ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്, എത്ര നല്ല അവസരങ്ങളാണ് നമുക്ക് കിട്ടിയിരുന്നത്. നമുക്ക് ഒന്ന് ഹൃദയം തകർന്ന് കരയാൻ തുടങ്ങുമ്പോഴേക്കും ആത്മാവമായി കോരിയെടുത്തിയ അവസരങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ?
ഒരു അനുതാപത്തിൻ്റെ ഒരു കണിക വരുമ്പോഴേക്കും ദൈവം മുഴുവൻ നമ്മെ തട്ടി തകർത്ത്, നമ്മുടെ ഉള്ളത്തെ തകർത്ത്, നമ്മുടെ ഹൃദയത്തെ തകർത്ത്, നമ്മുടെ ഉള്ളത്തെ നുറുക്കി നമ്മുടെ മനസ്സിന് അനുതാപം തന്നതുമേ അനുഗ്രഹിച്ച അവസരങ്ങൾ നമുക്ക് ഓർമ്മയില്ലേ? എത്രയെത്ര അതല്ല അവസരങ്ങൾ, ഉള്ളുരുകി കരഞ്ഞ അവസരങ്ങൾ. വെറുതെ കരയാൻ പറ്റുകയില്ല, വെറുതെ അനുതാപം കിട്ടുകയില്ല. അനുതാപം കിട്ടുന്നതൊരു മഹാഭാഗ്യമാണ്. പാപത്തെ ഓർത്ത് അനുഭവിക്കാൻ സാധിക്കുന്നതൊരു മഹാഭാഗ്യമാണ്. നമ്മുടെ തന്നെ ഉള്ള അവസ്ഥ തിരിച്ചറിയാൻ സാധിക്കുന്നൊരു മഹാഭാഗ്യമാണ്. നമ്മുടെ പാപത്തെ തിരിച്ചറിയാൻ പറ്റുന്നൊരു നല്ല അനുഭവമാണ്. അങ്ങനെ നല്ല അവസരങ്ങൾ നമുക്ക് ലഭിച്ചു. പക്ഷേ നാമോ ആ അവസരങ്ങളെല്ലാം പാഴാക്കി കളഞ്ഞു. എന്തെല്ലാം കൃപാവരങ്ങളാണ് നമുക്ക് കിട്ടിയത്? ഒന്ന് ചിന്തിച്ച് നോക്കൂ. എന്തെല്ലാം കൃപാവരങ്ങൾ, ഏതെല്ലാം അനുഗ്രഹീതമായ ശുശ്രൂഷകൾ, എത്രയെത്ര അനുസരിക്കുന്ന ദൈവമക്കൾ, എന്തു പറഞ്ഞാലും ചെയ്യാൻ തയ്യാറായി വരും ദൈവമക്കൾ, എവിടെ പോകാൻ പറഞ്ഞാലും പോകാൻ മനസ്സുള്ള ദൈവമക്കൾ, കർത്താവിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ, കർത്താവിന് വേണ്ടി പൈസ ചെലവഴിക്കാൻ മടിയില്ലാത്ത ദൈവമക്കൾ. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഇണങ്ങി വന്നു. പക്ഷേ നാമോ നിഷ്ക്രിയരായിപ്പോയി, നാമോ അലസരായിപ്പോയി, നാമോ നമ്മിൽ തന്നെ ചികിർത്തുപോയി, നമ്മിൽ തന്നെ അഹങ്കരിച്ചു പോയി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ കാര്യം? നമ്മിൽ തന്നെ നാം അഹങ്കരിച്ചു. നാം പുറമെയുള്ള ചട്ടംകെട്ടുകളിൽ നാം ആശ്രയിച്ചു, പുറമെയുള്ള ആചാരങ്ങളിൽ നാം ആശ്രയിച്ചു, പുറമെയുള്ള അനുഷ്ഠാനങ്ങളിൽ നാം ആശ്രയിച്ചു, പുറമെയുള്ള യോഗങ്ങളിൽ നാം ആശ്രയിച്ചു, പുറമെയുള്ള വചന ശുശ്രൂഷകളിൽ നാം ആശ്രയിച്ചു, പുറമെയുള്ള ദൈവമക്കൾ നാം ആശ്രയിച്ചു. കാണേണ്ടവനെ കണ്ടില്ല. ദൈവമക്കളെ കണ്ടു, പക്ഷേ കാണേണ്ടവനായി നിത്യനായ ദൈവത്തെ കണ്ടില്ല. ദൈവമക്കളെ ആശ്രയിച്ചു, പക്ഷേ ആശ്രയിക്കേണ്ട ക്രിസ്തുവിൽ നാം ആശ്രയിച്ചില്ല. സാക്ഷാത് ക്രിസ്തുവിനെ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകേണ്ടവരായിരുന്നു. നിർഭാഗ്യവശാൽ അതിന് നമുക്ക് തോന്നിയില്ല. ക്രിസ്തുവിനെ കാണേണ്ടതിന് പകരം ദൈവമക്കളെ കണ്ടുകൊണ്ട് നാം ജീവിച്ചു. ദൈവമക്കളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ കാണുകയും ചിലതെല്ലാം വിമർശിക്കുകയും ചെയ്തുകൊണ്ട് നാം ജീവിച്ചു, ചിലതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് നാം ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാലോ നാം കാണേണ്ടവനെ കണ്ടില്ല. നാം മാനുഷികമായ ചില വീരോചിതമായ വ്യക്തികളെ കണ്ടു. ചില വീരാരാധനയിൽ നാം മുങ്ങി മയങ്ങിപ്പോയി. വീരാരാധന, ഹീറോ വർഷിപ്പ് ഇതെല്ലാം മണ്ടത്തരായിപ്പോയി, നഷ്ടപ്പെടുത്തി കളഞ്ഞു. നല്ല വിലപ്പെട്ട സമയങ്ങൾ. വെൻ ലുക്കിംഗ് ബാക്ക്വേഡ്, പഴയകാലത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ, പിറകിലേക്ക് നോക്കിയപ്പോൾ നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത്. ദൈവത്തിന് സ്തോത്രം. പിറകിലേക്ക് തിരിഞ്ഞു നോക്കുക, നിങ്ങൾ തിരിഞ്ഞു നോക്കുക. പാപത്തിന്മേൽ ജയം കിട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ഇവിടെയിരിക്കും ചിലർക്കെങ്കിലും അതുണ്ട്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന കുറച്ച് പേർക്കെങ്കിലും പാപത്തിന് മേൽ ജയം കിട്ടിയിരുന്നു. കോപം വരുന്നില്ല, കോപം വരാനുള്ള സാഹചര്യം വന്നു, പക്ഷെ കോപിക്കുന്നില്ല. മനസ്സിൽ നിരാശ വരാവുന്ന സാഹചര്യം വന്നു, പക്ഷെ നിരാശ വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? ഒരു അത്ഭുത ശക്തി നമ്മെ വലയം ചെയ്തിരുന്നു, ഒരു അത്ഭുത കൃപ നമ്മുടെ മേൽ പകർന്നിരുന്നു, അത്ഭുതകരമായൊരു കാന്തപ്രസരം നമ്മുടെ മേൽ വ്യാപിച്ചു കൊണ്ടിരുന്നു. എന്തൊരു ഭാഗ്യമായിരുന്നു അന്ന്. ഒന്ന് ഓർത്ത് നോക്കൂ. ദൈവത്തിന് സ്തോത്രം. കുറേ പേരെങ്കിലും ഇത് അനുഭവിക്കുന്നവരെ എനിക്കറിയാം. കുറേ പേരെങ്കിലും ഒരു കാലത്തുണ്ടായിരുന്ന ആത്മാവിൻ്റെ ആ തിളപ്പ് അനുഭവിച്ചവർ, ആത്മാവ് കത്തി ജ്വലിക്കുന്ന അനുഭവിച്ചവർ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓർത്ത് നോക്കൂ. ഒന്ന് മുട്ടുമടക്കി എൻ്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് ഓടി വരുന്നത് അനുഭവിച്ച ദൈവമക്കൾ. സ്തോത്രം. ഒന്ന് മുട്ടിമേൽ നിന്നുകൊണ്ട് എൻ്റെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ യേശു അടുത്ത് വന്ന് തഴുകുന്ന അനുഭവം. കർത്താവേ എൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖം നീ കാണണമേ എന്ന് പറയുമ്പോഴേക്കും കർത്താവ് വന്ന് കണ്ണീർ തുടയ്ക്കുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ ഈ വിഷമസന്ധിയിൽ എന്നെ സഹായിക്കാൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും കർത്താവ് വന്ന് മോനെ നിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പറയുന്നതായ അനുഭവം. ഇല്ലേ? കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്ക് ഈ അനുഭവം കിട്ടിയിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹീതമായ അനുഭവങ്ങൾ, എത്ര സന്തോഷകരമായ അനുഭവങ്ങൾ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവേ അതെല്ലാം ഇന്ന് ഓർമ്മകളായിപ്പോയല്ലോ, എല്ലാം ഓർമ്മകൾ. കർത്താവേ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. നല്ല നല്ല അവസരങ്ങൾ. അന്ന് പ്രാർത്ഥിച്ച് ജാഗരിച്ചിരുന്നെങ്കിൽ ആത്മാവിൽ വളരാമായിരുന്നു. അന്ന് പ്രാർത്ഥിച്ച് ജാഗരിച്ചിരുന്നെങ്കിൽ ആത്മാവിൽ പറക്കാമായിരുന്നു. വാനമ്പാടിയെപ്പോലെ പറന്നുയർന്ന് ഉല്ലസിച്ച് നല്ല സുന്ദര ഗാനങ്ങൾ പാടിക്കൊണ്ട് വാനവീഥിയിൽ നമുക്ക് സഞ്ചരിക്കാമായിരുന്നു, പറന്നുല്ലസിക്കാമായിരുന്നു. നിർഭാഗ്യവശാൽ നാം അലസരായിപ്പോയി. നാം ദൈവം തന്നതിൻ്റെ കൃപ നാം അറിഞ്ഞില്ല, ദൈവം തന്നതിൻ്റെ അനുഗ്രഹം നാം അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. വെൻ ലുക്കിംഗ് ബാക്ക്വേഡ്, പഴയകാലത്തേക്ക് നോക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്തി, അവസരങ്ങൾ നഷ്ടപ്പെടുത്തി, സുവർണാവസരങ്ങൾ പാഴാക്കി. സുവർണാവസരങ്ങൾ എന്തെല്ലാം നേടാമായിരുന്നു, ആത്മാവിൽ എന്തെല്ലാം നേടാമായിരുന്നു, എത്രയോ ആത്മാക്കൾ നേടാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരാൾ പറഞ്ഞു, ഞാൻ ഈ സുവിശേഷം ഞാൻ ഇവിടെ ഈ ജയിലിൽ വരുന്നതിന് മുൻപ്, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാനിത് അനുഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ഇംഗ്ലണ്ടിലെ ഓരോ വയലുകളിൽ കൂടെയും ഇഴഞ്ഞു നടന്ന് ഞാൻ സുവിശേഷം പറയുമായിരുന്നു. ഈ സുവിശേഷം ഞാൻ ജയിലിൽ വെച്ചാണ് കേൾക്കുന്നത്.
ജയിലിൽ വെച്ചാണ് ഇത് കേൾക്കാനിടയാകുന്നത്. എനിക്ക് ജയിലിൽ വരുന്നതിന് മുമ്പ് ഞാൻ സുവിശേഷം കേട്ടിരുന്നെങ്കിൽ ഞാൻ ഇംഗ്ലണ്ടിലെ വയലുകളിൽ കൂടെ ഞാൻ ഇഴഞ്ഞ് നടന്ന് ഞാൻ കർത്താവിൻ്റെ വചനം പറയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വചനത്തിൻ്റെ ദീപ്തി അവരെ ആകർഷിച്ചു, വചനത്തിൻ്റെ ശക്തി അവരെ വശീകരിച്ചു. സ്തോത്രം. സഹോദരങ്ങളെ, നമുക്കത് കിട്ടിയതല്ലേ? അല്ലാതെ കിട്ടിയ അനുഭവം ഉള്ളവരുണ്ടോ? അങ്ങനെ ഒരു അനുഭവം കിട്ടിയവർ, കർത്താവിൻ്റെ സാന്നിധ്യം ലഭിച്ചവർ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അടുക്കൽ വന്നു എന്നുള്ള ഉറപ്പ് കിട്ടിയവർ, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി എന്നുള്ള ഉറപ്പ് കിട്ടിയവർ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടു എന്നുള്ളൊരു ധൈര്യം കിട്ടിയവർ, ദൈവത്തിന് സ്തോത്രം. ഇല്ലേ? അനുഭവങ്ങളില്ലേ നിങ്ങൾക്ക്? എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്ത് മനോഹരമായ അനുഭവങ്ങൾ, എന്ത് അനുഗ്രഹീതമായ അനുഭവങ്ങൾ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. എൻ്റെ കർത്താവ് അത് പോയല്ലോ, പാഴായി പോയല്ലോ, നഷ്ടപ്പെട്ടു പോയല്ലോ, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. നല്ല നല്ല അവസരങ്ങൾ, സുപ്രസാദ കാലങ്ങൾ നഷ്ടപ്പെടുത്തി, കർവാ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തി, പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചിരുന്ന കാലങ്ങൾ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു. എൻ്റെ കർത്താവേ, ഇന്ന് ജാഗരിച്ചിട്ടും ആത്മാവിനെ കിട്ടുന്നില്ല, ഇന്ന് ഉപവാസം എടുത്തിട്ടും ആത്മാവിനെ കിട്ടുന്നില്ല. ഇന്ന് കരയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പാവത്തോർത്ത് കരയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഹൃദയം കല്ലിച്ചിരിക്കുന്നു. ഇന്ന് ഹൃദയം കല്ലിച്ചു പോയി. അന്ന് ഒന്ന് കണ്ണുനീര് പൊഴിക്കാൻ ആഗ്രഹിച്ചപ്പോഴേക്കും, ഹൃദയം തകരാൻ ആഗ്രഹിച്ചപ്പോഴേക്കും ഹൃദയം തകർന്നിരുന്നു. അന്ന് പ്രാർത്ഥന ഒരു ഹരമായിരുന്നു, പ്രാർത്ഥന ഒരു വലിയ ആവേശമായിരുന്നു. ഓർത്ത് നോക്കൂ, പ്രാർത്ഥന ആവേശമായിരുന്നൊരു കാലം. എത്ര സമയം പ്രാർത്ഥിച്ചാലും പോരാ എന്ന് തോന്നുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ? പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല, പ്രാർത്ഥനാ മുറിയിൽ നിന്ന് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല ആയിരുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ ഒരു വലിയ സന്തോഷം കണ്ടെത്തിയിരുന്നു, സ്തുതിക്കുന്നതിൽ വലിയ ആനന്ദം കണ്ടെത്തിയിരുന്നു. സ്തുതിക്കുമ്പോൾ സ്തുതി ഉയരത്തിലേക്ക് പൊങ്ങുന്നത് അറിഞ്ഞിരുന്നു. സ്തോത്രം. സ്തുതിക്കുമ്പോൾ സ്തുതിയിൽ കൂടി രാജാധിരാജൻ അത്ഭുതകരമായ സ്നേഹത്തോടെ എഴുന്നള്ളി വരുന്നത് കണ്ടിരുന്നു. സ്തോത്രം. എത്ര നല്ല നല്ല കാലങ്ങൾ എല്ലാം പാഴാക്കി കളഞ്ഞു അല്ലേ? വിടുതലിൻ്റെ സന്തോഷത്തിൽ ആനന്ദിച്ച കാലങ്ങളില്ലേ? ആത്മാവിൽ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ലഭിച്ച അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു ആത്മാവിൽ പാവത്തിൻ്റെ ബന്ധനം അഴിഞ്ഞപ്പോൾ കിട്ടിയ സമാധാനം ഓർമ്മയില്ലേ? ആത്മാവിൻ്റെ ബന്ധനം അഴിഞ്ഞ് യഥാർത്ഥമായ ഒരു പാവമോചനത്തിൻ്റെ അവസ്ഥ കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ സാക്ഷ്യങ്ങളിൽ വന്ന തീ പകർന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് സാക്ഷ്യങ്ങൾ തീയുണ്ടോ? ഇന്ന് സാക്ഷ്യം പറയുന്നുണ്ട്, പക്ഷേ തീയില്ല. ഇന്ന് വചനം പറയുന്നുണ്ട്, പക്ഷേ തീയില്ല. ഇന്ന് എല്ലാം ചടങ്ങുകളായിട്ട് നടക്കുന്നു, എല്ലാം ചടങ്ങുകൾ. പ്രിയപ്പെട്ടവരെ, പിറകിലേക്ക് നോക്കുമ്പോൾ നഷ്ടപ്പെട്ട കാലങ്ങൾ, നഷ്ടം, ഒന്നും രണ്ടും കാര്യങ്ങളിലെല്ലാം നഷ്ടം വന്നുപോയി, അനേകം കാര്യങ്ങൾ നഷ്ടം വന്നുപോയി, നഷ്ടപ്പെടുത്തി കളഞ്ഞു. കാലങ്ങൾ തീരാൻ പോവുകയാണ്, വർഷങ്ങൾ തീരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. വർഷങ്ങൾ തീരാൻ പോവുകയാണ്. എൻ്റെ കർത്താവേ, നല്ല നല്ല കാലങ്ങളിലേ ഞാൻ നഷ്ടപ്പെടുത്തിയത്. അന്ന് ഞാൻ എല്ലാം മറന്ന്, എല്ലാവരെയും മറന്ന്, കർത്താവേ, ഞാൻ നിന്നെ മാത്രം ഓർത്തുകൊണ്ട് തിരുമുമ്പാകെ ഞാൻ ഇരുന്നിരുന്നെങ്കിൽ എത്ര പണ്ടേ എനിക്ക് പറക്കാമായിരുന്നു, എത്ര പണ്ടേ എനിക്ക് ആത്മാവിൽ ജ്വലിക്കാമായിരുന്നു, എത്ര പണ്ടേ ആത്മാക്കളെ നേടാമായിരുന്നു, എത്ര പണ്ടേ വലിയ വലിയ വേലകൾ ചെയ്യാമായിരുന്നു. വേലകളെല്ലാം മുടങ്ങിപ്പോയി, വേലസ്ഥലങ്ങൾ ശൂന്യമായിപ്പോയി, വേലക്കാരില്ലാതെ പോയി. ഇന്ന് വയലുകൾ ശൂന്യമായി കിടക്കുന്നു, ഇന്ന് വയലുകളെല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുന്നു. നനവില്ല, മഴയില്ല, മുകളിൽ നിന്ന് മഴ പെയ്യുന്നില്ല, സ്വർഗത്തിൽ നിന്ന് കൃപ വർഷിക്കുന്നില്ല, മഴയില്ല. ആത്മാവിൻ്റെ മഴയില്ലാത്ത കാലം, ആത്മാവിൽ വരൾച്ചയുള്ള കാലം, ആത്മാവ് വരണ്ടുണങ്ങിയിരിക്കുന്നു, കല്ലിച്ച ഹൃദയങ്ങൾ. സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു, മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി കരയുന്നുവെങ്കിലും എനിക്ക് നിങ്ങൾ നോക്കി പ്രസാദിക്കത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്വഭാവം മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തകർന്ന് കരയുന്നവരാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കുറ്റബോധമുള്ളവരായിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്നവരായിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പശ്ചാത്തപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ട കാലങ്ങളെ ഓർത്ത് കരയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കരയൂ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെ ഓർത്ത് നിങ്ങൾ കരയൂ, നഷ്ടപ്പെടുത്തി കളഞ്ഞതോർത്ത് കരയൂ. നഷ്ടങ്ങൾ, ദൈവത്തിന് സ്തോത്രം, അനേകം നഷ്ടങ്ങൾ വന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു, ഇന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവേ, ആ ആത്മീയമായ ആനന്ദാനുഭൂതിയുടെ നല്ല കാലങ്ങൾ എനിക്ക് തുടങ്ങി തരണമേ. സ്തോത്രം. അത് നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ആർക്കും പറയാം, കർത്താവേ, ഇന്ന് ആ ആത്മീയമായ ആനന്ദത്തിൽ ലഹരി എനിക്ക് തരണമേ, ആത്മാവിൻ്റെ ലഹരി എനിക്ക് തരണമേ, ആത്മാവിൻ്റെ ലഹരിയിൽ ഉല്ലസിക്കാൻ കൃപ എനിക്ക് തരണമേ, പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരണമേ, എന്നെ നീ തട്ടി തകർക്കണമേ, ഈ കല്ലിച്ച ഹൃദയത്തെ നീ ഉടച്ചു കളയണമേ, കല്ലിച്ച ഹൃദയത്തെ നീ ഉടച്ച് തകർത്ത് തരണമേ. ദൈവത്തിന് സ്തോത്രം. ഹൃദയം കല്ലിച്ചിരിക്കുന്നു, കല്ലായ ഹൃദയം, ശിലാഹൃദയം. പ്രിയപ്പെട്ടവരെ, അനേകരുടെ ഹൃദയം കല്ലുപോലിരിക്കുകയാണ്, അനക്കമില്ല, മരവിച്ചിരിക്കുന്നു.
ഒരനക്കവുമില്ല, തഴമ്പിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. തഴമ്പിച്ച ഹൃദയങ്ങൾ, കല്ലിച്ച ഹൃദയങ്ങൾ, മരവിച്ചു പോയ ഹൃദയങ്ങൾ, അനക്കമില്ല, ഒന്നും യേശുന്നില്ല. ഈ തഴമ്പിച്ച ഹൃദയങ്ങളിലേക്ക് ഒന്നും യേശാത്തതിന് കാരണം അവിടെ അഥവാ മുറിഞ്ഞാൽ പോലും അവിടെ വേദന വരുന്നില്ല. കാരണം അവിടെ കുഷ്ഠരോഗം ബാധിച്ചിരിക്കുകയാണ്. കുഷ്ഠരോഗം ബാധിച്ച ശരീരത്തിൽ കത്തി കൊണ്ട് മുറിഞ്ഞാൽ പോലും അവിടെ വേദനയില്ല. ചോര ഒഴുകിക്കൊണ്ടിരിക്കും, പക്ഷേ വേദനയില്ല. മുറിയും ചോര ഒഴുകും, പക്ഷേ വേദനയില്ല. കാരണം അവിടുത്തെ സെൻസേഷൻ, അവിടെയുള്ള മനസ്സിലാക്കാനുള്ളതായ കഴിവ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവിടെ എന്തെങ്കിലും സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ അതിൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒന്നും ഏശാതായി പോയി. വചനം കേൾക്കുമ്പോൾ തഴമ്പിച്ച അനുഭവം, വചനം കേൾക്കുമ്പോൾ കല്ലിച്ചിരിക്കുന്നു, ഒന്നും ഉള്ളിൽ കിടക്കുന്നില്ല. എന്തെല്ലാമോ ഒക്കെ പറയുന്നു, കേൾക്കുന്നു, എന്തെല്ലാമോ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, എന്തെല്ലാമൊക്കെ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ഉള്ളിൽ കിടക്കുന്നില്ല, ഉള്ളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല, ഉള്ളിൽ കീറുന്നില്ല, ഉള്ളിൽ മുറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉള്ളു മുറിഞ്ഞ് നിങ്ങൾ കരഞ്ഞ അവസരങ്ങളില്ലേ വചനം കേൾക്കുമ്പോൾ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ആ ദിവകാലങ്ങളിൽ വചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിന് സ്തുതി ഉയരുമ്പോൾ പൊട്ടിക്കരഞ്ഞ കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് പരിസരം മറന്ന് ഞാൻ കരഞ്ഞ കാലങ്ങൾ, കർത്താവിൻ്റെ വചനം കേൾക്കാൻ ആർത്തി കൊണ്ട് ഓടിയ കാലങ്ങൾ, വചനം കേൾക്കുമ്പോൾ ഏങ്ങലടിച്ച് കരഞ്ഞ കാലങ്ങൾ, ഏങ്ങലടിച്ച് വിതുമ്പി കരഞ്ഞ കാലങ്ങൾ, അനുഗ്രഹീതരായ സുവിശേഷകന്മാരുടെ നാവിൽ കൂടി വരുന്ന തീയുടെ വചനം കേട്ടപ്പോൾ ഉള്ളു തകർന്നുപോയ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആർത്തി കൊണ്ട് വചനം കേൾക്കാൻ ഓടിയ കാലങ്ങൾ. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇതുവരെ ഈ അനുഭവം കിട്ടിയിട്ടില്ലാത്തവർ ഇന്ന് നിങ്ങൾക്ക് തുടങ്ങാമെന്നാണ് ഞാൻ പറഞ്ഞത്. വിഷമിക്കണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇത്രയും എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞാലോ, ഇനി അത് കിട്ടുമോ? പേടിക്കണ്ട. ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയാലോ, ഇനി കിട്ടുമോ? പ്രിയപ്പെട്ടവരെ, നീക്കോദിമോസ് കർത്താവിനെ ദൈവത്തിൽ നിന്ന് വന്ന ഉപദേഷ്ടാവായി കണ്ടിരുന്നു. സന്നദ്ധി സംഘത്തിൽ അംഗമായ നീക്കോദിമോസ് പരീക്ഷ പ്രമാണിയായിരുന്നു, യഹൂദന്മാരുടെ ഉപദേഷ്ടാവായിരുന്നു, കർത്താവിനെ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവെന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ നീക്കോദിമോസ് കർത്താവ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെയെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് നീക്കോദിമോസിന് മനസ്സിലായില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നീക്കോദിമോസ് മനസ്സിലായില്ലെങ്കിലും നീക്കോദിമോസ് നിശബ്ദമായി കർത്താവിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരുന്നു. അകന്ന നിലയിൽ കർത്താവിനെ അനുഗമിച്ചു കൊണ്ടിരുന്നു, കർത്താവിനെ ദൂരെ നിന്ന് വീക്ഷിച്ചു കൊണ്ടിരുന്നു, കർത്താവിൻ്റെ ചെയ്തികളെയും കർത്താവിൻ്റെ വചനങ്ങളെയും ശ്രദ്ധിച്ച് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നീക്കോദിമോസ്, പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ ഒരു 3.5 കൊല്ലം ഒരുപക്ഷെ നഷ്ടപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നീക്കോദിമോസ് കർത്താവിനെ ക്രൂശിക്കപ്പെട്ടപ്പോൾ നീക്കോദിമോസ് പരസ്യമായ രംഗത്തിറങ്ങി. അതുവരെയും സന്നദ്ധി സംഘത്തിൽ അംഗമാണ്, പള്ളി പ്രമാണിയാണ്, യഹൂദമത മേധാവിയാണ്, യഹൂദന്മാർക്ക് ഏറ്റവും പ്രിയങ്കരനാണ്, അദ്ദേഹം യഹൂദന്മാരുടെ ഒരു ഉപദേഷ്ടാവാണ്. പക്ഷേ ഈ സമയം കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ നീക്കോദിമോസ് പെട്ടെന്ന് ചാടി ഇറങ്ങി. വ്യത്യാസം വന്നു. നീക്കോദിമോസ് മനസ്സിലായി ഈ കർത്താവ് എന്ന് പറഞ്ഞത് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെയെന്ന് അന്ന് കർത്താവ് പറഞ്ഞു. 3.5 കൊല്ലം മുമ്പ് കർത്താവ് പറഞ്ഞത് നീക്കോദിമോസ് ഓർത്തു. നീക്കോദിമോസ് പൊട്ടിക്കരഞ്ഞു. നീക്കോദിമോസ് അരിമത്തിക്കാരി യോസേപ്പിൻ്റെ കൂട്ടുകൂടി. രണ്ടുപേരും കൂടെ കർത്താവിന് തിരുശരീരം കുരിശിൽ നിറക്കി. ആ തിരുശരീരം കുരിശിൽ നിറക്കി. രണ്ടുപേരും കൂടെ ആ തിരുശരീരവുമായി കല്ലറയ്ക്കിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. അരിമത്തിക്കാരൻ യോസേപ്പിൻ്റെ കല്ലറയിൽ യേശുവിന് തിരുശരീരം അടക്കം ചെയ്തു. സമയം കഴിഞ്ഞുവെന്ന് തോന്നാം, പക്ഷേ കഴിഞ്ഞില്ല. നീക്കോദിമോസ് അവസരം ഉപയോഗപ്പെടുത്തി. ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയെങ്കിലും നീക്കോദിമോസ് ഇപ്പോൾ നല്ല അവസരമാക്കി അത് ഉപയോഗപ്പെടുത്തി. ഇന്ന് ഇത്രയും കാലം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയെങ്കിലും നിങ്ങൾക്കിന്ന് സത്യം കാണാം, സത്യം ഗ്രഹിക്കാം. കർത്താവേ, എനിക്ക് ആത്മാവിൻ്റെ വെളിവ് തരണമേ, ആത്മാവിൻ്റെ പ്രകാശം തരണമേ. യേശുവേ, എനിക്കൊരു തകർന്ന ഹൃദയം തരണമേ. യേശുവേ, എനിക്ക് നുറുങ്ങിയ മനസ്സ് തരണമേ. തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ലല്ലോ. തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ലല്ലോ. തകർന്ന ഹൃദയത്തോടെ ഞാനിതാ വരുന്നു. കർത്താവേ, സത്യ അനുതാപം എനിക്ക് തരണമേ, സത്യമായൊരു പശ്ചാത്താപം എനിക്ക് തരണമേ. നഷ്ടപ്പെട്ട കാലങ്ങളെ ഓർത്ത് അനുഭവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കുമോ? കർത്താവ് നിങ്ങൾ ഇപ്പോൾ ഒരു വാക്ക് പറയുമോ? എൻ്റെ കർത്താവേ, ഇത്രയും കാലം പാഴാക്കിയ ഒരു പാപിയായ മനുഷ്യതാ ഇവിടെ ഇരിക്കുന്നു. ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയ ഒരു ദുഷ്ട മനുഷ്യനിതാ ഇവിടെ ഇരിക്കുന്നു. ഇത്രയും കാലം പാഴാക്കി കളഞ്ഞ ഒരു അവിശ്വാസിയായ മനുഷ്യനിവിടെ ഇരിക്കുന്നു. കർത്താവെ, ഇന്ന് ഞാൻ വിശ്വാസത്തോടെ തിരുമുമ്പാകെ വരികയാണ്. കർത്താവെ, അവിശ്വാസത്തോട് യാത്ര പറഞ്ഞ്
എൻ്റെ ദുഷ്ടതയോട് യാത്ര പറഞ്ഞ് എൻ്റെ മരവിച്ച മനസാക്ഷിയോട് യാത്ര പറഞ്ഞ് ഞാനിതാ വരുന്നു. കർത്താവേ, ഇന്ന് നിൻ്റെ സ്നേഹം എൻ്റെ മേൽ നിക്ഷേപിക്കണമേ, നിൻ്റെ സ്നേഹം എന്നിൽ നിക്ഷേപിക്കണമേ. അവയവങ്ങളിൽ അവയെ നിക്ഷേപിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം. അവയവങ്ങൾ നിക്ഷേപിക്കുന്ന ആ മഹാസൗഭാഗ്യം ലഭിച്ചാൽ പ്രിയപ്പെട്ടവരെ, അത് അനുഗ്രഹകരമായ കാര്യമാണ്. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ സ്വർഗീയ നിക്ഷേപം കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ കർത്താവ് ഡിപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഡിപ്പോസിറ്റ് ചെയ്താൽ അത് കൂടിക്കൂടി വരും, എണ്ണം വർദ്ധിച്ച് വരും. ഇന്ന് കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അനുഗ്രഹം നിങ്ങളുടെ മേൽ കർത്താവ് നിക്ഷേപിക്കുന്നു, നിങ്ങളുടെ അവയവങ്ങളിൽ അവയെ നിക്ഷേപിക്കുന്നു. എന്നാൽ ഇനി ഒരു ദിവസം ദൈവത്തിന് സ്തോത്രം, ഈ നിക്ഷേപിച്ചതായ അനുഗ്രഹങ്ങളെല്ലാം താലന്തുകളെല്ലാം വർദ്ധിപ്പിച്ച് കർത്താവിന് തിരുസന്നിധിയിൽ കൊണ്ടുവന്ന് നമുക്ക് കാഴ്ച അണയ്ക്കാൻ പറ്റും. നല്ലൊരു വിശ്വസ്തനായ ദാസനെ എന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. വേണമോ നിങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കണമോ? നിങ്ങൾക്ക് യേശുവിൻ്റെ നല്ല ഇമ്പസ്വരം കേൾക്കണമോ? നിങ്ങൾക്ക് നല്ലവന് വിശ്വസ്തനായ ദാസനെ എന്നുള്ള ഒരു ശബ്ദം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഒരു നാൾ നാം കടന്നു പോകും. ഒരു നാൾ എന്നാണെന്ന് മാത്രം അറിഞ്ഞുകൂടല്ലോ. ഒരു നാൾ നാം കടന്നു പോകും. കടന്നു ചെല്ലുമ്പോൾ കർത്താവിൻ്റെ പാദം മൊത്തി അവൻ്റെ പാദത്തിൽ കുമ്പിട്ട് അവൻ്റെ ആ മുറിഞ്ഞ പാദത്തിങ്കൽ ചുംബിച്ചുകൊണ്ട് കിടക്കുമ്പോൾ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞ് നമ്മുടെ കരുത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മാറോടണയ്ക്കുന്ന ആ മഹാഭാഗ്യം നമുക്ക് വേണം പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. എല്ലാം പോകും, എല്ലാവരും പോകും. സ്നേഹിതന്മാർ മാറിപ്പോകും, കൂട്ടാളികൾ വിട്ടുപോകും. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കൾ മറന്നുപോകും. ആരുമില്ല. എന്നാലോ കർത്താവായ യേശു നിങ്ങളെ കൈക്കൊള്ളും, നിങ്ങളെ സ്വീകരിക്കും. യേശു നിങ്ങളെ തൻ്റെ മാറോട് അണയ്ക്കും. യേശു നിങ്ങളെ പുലുകുകയും നിങ്ങളെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയും ചെയ്യും. പുത്രസ്വീകാരത്തിൻ്റെ അത്ഭുതകരമായ കൃപ നമ്മുടെ മേൽ വർഷിക്കും. ഇന്ന് നിങ്ങൾ സമർപ്പിക്കുമോ? നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കുമോ? കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ കൃപ ഇറങ്ങണമേ. ഈ നല്ല കാലം നഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഞാനിതാ എൻ്റെ ഹൃദയം നിനക്ക് തുറക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് വാഴണമേ, ഹൃദയത്തിൽ അവിടുന്ന് വസിക്കണമേ, ഹൃദയത്തിൽ അവിടുന്ന് വാഴുകയും ഭരിക്കുകയും ചെയ്യണമേ. നിൻ്റെ കരങ്ങളിലേക്ക് ഞാനിതാ എന്നെ ഏൽപ്പിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, അനുഗ്രഹീതമായ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. നഷ്ടപ്പെട്ടു പോയ നല്ല അവസരങ്ങൾ ഇനിയും പാഴാക്കാതെ നല്ല അവസരങ്ങൾ നേടിയെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.